ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिनि। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം അധ്യായം 2 സ്കന്ധം 1 ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ശില സൂത ഗോസ്വാമിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നൈമിഷാരണ്യത്തിൽ ശൗനക ആദി ഋഷികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ അധ്യായത്തിലെ വിഷയം. രണ്ടാമത്തെ അധ്യായത്തിൽ ഇനി അദ്ദേഹം ഉത്തരങ്ങൾ പതുക്കെ പറഞ്ഞു തുടങ്ങാൻ പോകുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു സൂത ഗോസ്വാമിക്ക് ഒരുപാട് സന്തോഷമായി. ആക്ച്വലി സൂത ഗോസ്വാമി ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ, ശൗനകാദി ഋഷികളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ആക്ച്വലി അവരോട് നന്ദി പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൽ. സോ ആക്ച്വലി സൂത ഗോസ്വാമി അദ്ദേഹം ശുദ്ധഭക്തനാണ്. അദ്ദേഹത്തിന് ജ്ഞാനം എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നെല്ലാം കേട്ടിട്ടുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ അതായത് ഭഗവാനെക്കുറിച്ച് പറയുവാൻ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവുള്ളവർ, അതിനുള്ള യോഗ്യതയുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുകളിലൊരു കൃപ അല്ലെങ്കിൽ കാരുണ്യം തോന്നുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറയുവാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. ഒരുപാട് പറയാനും പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കേട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരുപാട് താല്പര്യമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഉണ്ടാവുക. കാര്യം കൂടുതൽ ഭഗവാനെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. നാവിനെ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെയും നാവിനെയും അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുക എന്ന് പറയുന്നതാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനെക്കുറിച്ച് ഓർക്കുന്നത്, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെല്ലാം നമ്മളെ ശുദ്ധീകരിക്കുന്നു, കേൾക്കുന്ന ആളുകൾക്കും പറയുന്ന ആളുകൾക്കുമൊക്കെ. സോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി സൂത ഗോസ്വാമിക്ക്. പിന്നീട് സൂത ഗോസ്വാമി അവരോട് നന്ദി പറയുന്നു. എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എനിക്കൊരവസരം തരുന്നു ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ മഹാ അനുഗ്രഹം, നിങ്ങളുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ഭാഗവതം പറയാൻ സാധിക്കുന്നു എന്നാണ് സൂത ഗോസ്വാമി. ആ ഒരു ഭാവത്തിലാണ് അവരോട് നന്ദി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാണിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി
അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാനോടുള്ള ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു സൂത ഗോസ്വാമി. അതുകൊണ്ട് അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് ഉത്തരം പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിഷയം, അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശുകദേവ് ഗോസ്വാമിയെ ഓർക്കുന്നു അദ്ദേഹം. എന്നിട്ട് ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു, ഗുരുവിനെ സ്തുതിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആണ് പിന്നീട് അദ്ദേഹം ഇനി പറയുവാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഗുരുവിനോട് മുമ്പിലാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഗുരുവിനെ ഓർക്കുന്നു, ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഇനി അദ്ദേഹം അവിടെ നിർത്തിയിട്ടില്ല. നാലാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ആരെയാണ് നമസ്കരിക്കുന്നത് നോക്കാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം വായിക്കാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ ശ്രീരാധേ ശ്യാം. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ശ്ലോകം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ശ്ലോകമാണ്. ഭാഗവതം തുടങ്ങുന്നേക്കാൾ മുമ്പ് സാധാരണ ചൊല്ലാറുള്ള ശ്ലോകം കൂടിയാണത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. ആരെങ്കിലും വേറെ വായിക്കുന്നു? ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓക്കെ, താങ്ക് യു. നല്ല ശ്ലോകമാണ്, എല്ലാവരും കാണാതെ പഠിക്കേണ്ട ശ്ലോകമാണ് ഇത്. ആക്ച്വലി ഈ ഒരു ശ്ലോകം ഭാഗവതം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകം ചൊല്ലാറുണ്ട് ചില സമയങ്ങളിൽ, കേട്ടിട്ടുണ്ടാവും ക്ലാസ്സുകളിലൊക്കെ, പല ക്ലാസ്സുകളിലും പലവരും ചൊല്ലുന്നത്. സോ ബേസിക്കലി ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്താണ്? നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാം ഭാവാർത്ഥത്തിൽ. ഭാവാർത്ഥം ആരെങ്കിലും വിവർത്തനം വായിക്കൂ? Hare Krishna, pranam. ഹരേ കൃഷ്ണ. Translation. Before reciting this Srimad Bhagavatam, which is the very means of conquest, one should offer respectful obeisance unto the personality of Godhead, Narayana, unto Naranarayana Rishi, the supermost human being, unto Mother Saraswati, the goddess of learning, and unto Srila Vyasadeva, the author. താങ്ക് യു. നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ട്രെൻഡ്. എന്താണ് ട്രെൻഡ്? നമ്മൾ ഒരു കാര്യം സൂതഗോസ്വാമിയോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം ഗുരുസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇനി പറയുകയാണ്, ഭാഗവതം പറയാൻ പോകുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നു ശൗനകാദി ഋഷികൾ. എന്നാൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഓർക്കുന്നു, ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഭഗവാനെ ഓർക്കുന്നു. സോ നോക്കൂ, ഗുരുവിൻ്റെ സ്ഥാനം നമ്മൾ മറക്കരുത്. നമ്മളെ പഠിപ്പിക്കുന്ന ആൾ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ ആണ് ഗുരു. നമുക്ക് വെളിച്ചം തരുന്ന, നമ്മുടെ മുമ്പിൽ ടോർച്ചുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗുരു. ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പുറകെ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ സൂതഗോസ്വാമിയുടെ ശിക്ഷാഗുരുവാണ്
ശില സുഖദേവ ഗോസ്വാമി, അദ്ദേഹത്തെയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഭാഗവതം പഠിച്ചിട്ടുള്ളത് സൂതഗോസ്വാമി. സൂതഗോസ്വാമി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭാഗവതം കേട്ടു സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന്. അതാണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഓർക്കുവാണ്, എൻ്റെ ഗുരുവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ സ്ഥാനം നോക്കൂ. അതിനുശേഷവും ഭഗവാനെ ഓർക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതാണ് പറയുന്നത്, ഗുരു കൃഷ്ണ പ്രസാദേ പായേ ഭക്തി ലതാ ബീജ്. ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഗുരുവിനെ കിട്ടുന്നു ജീവിതത്തിൽ. ദീക്ഷ ശിക്ഷ ഗുരുസ്. ആ ഗുരു ആക്ച്വലി നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിനെ കിട്ടുന്നത് ഭഗവാന്റെ കൃപയാണ്, സംശയമില്ല. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, കൃപയോടുകൂടി അല്ലെങ്കിൽ കൃപ കാരണം നമുക്ക് ഗുരു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആ ശ്രീ ഗുരുവിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് എത്തിക്കുന്നു. ഗുരുവിൻ്റെ ജോലിയാണ് പിന്നെ. കാര്യം ഗുരു ഭഗവാന്റെ പ്രതിനിധി ആയതുകൊണ്ട് ഗുരു ആണ് പിന്നീട് ഭഗവാനിലേക്ക് ആ ഭക്തരെ എത്തിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സ്ഥാനം വലിയ സ്ഥാനമാണുള്ളത്. ഭഗവാൻ ഓരോ ആളുകൾക്കും അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും അനുഗ്രഹത്തോടു കൂടി. അതായത് അതിനുള്ള യോഗ്യത ഉള്ളവർക്ക് ഭഗവാൻ അവസരം കൊടുക്കുന്നു. പിന്നെ ആ ഭക്തൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുവിനെ കിട്ടാനുള്ളൊരു അവസരം കിട്ടിയിട്ട് പിന്നെ അത് പാഴാക്കി കളഞ്ഞാൽ പിന്നെ ഒരുപാട് വർഷങ്ങൾ, കുറച്ച് വർഷമൊന്നുമല്ല, ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇനി വീണ്ടും ഒരു ശ്രീ ഗുരു നമ്മുടെ ജീവിതത്തിൽ വരാൻ. അത്രയും റെയറാണ് ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള പരമ്പരയിൽ വരുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 റെയർ, വെരി റെയർ. ദുർലഭം മാനുഷം ജന്മം ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ഇന്ന് കാലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ മഹാരാജനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പരമാനന്ദ പ്രഭു കോട്ട് ചെയ്ത ശ്ലോകം 11ാമത്തെ സ്കന്ധത്തിലെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് അത്. ആ ശ്ലോകം ദുർലഭം മാനുഷം ജന്മ, മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് ദുർലഭമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് അതിനെക്കുറിച്ച്, അല്ലേ? ദേഹിനാം ക്ഷണഭംഗുര, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോവാം. ക്ഷണഭംഗുരമാണ്. ക്ഷണം, അത് ഒരു നിമിഷം മതി നശിച്ചു പോവാൻ ഈ ശരീരം. അതുകൊണ്ട് മനുഷ്യജന്മം നമ്മൾ പാഴാക്കാതെ വേണ്ട രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം തന്നിട്ടുള്ളത് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കാര്യം നമുക്കറിയില്ല, എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാം, ഏത് നിമിഷം വേണമെങ്കിൽ നഷ്ടപ്പെടാം. ക്ഷണഭംഗുരമാണ്. അതിനുശേഷം പറയുന്നു തത്രാപി ദുർലഭം മന്യേ, എന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ വളരെ ദുർലഭമായിട്ടുള്ളൊരു കാര്യമാണ് വൈകുണ്ഠ പ്രിയദർശനം. വൈകുണ്ഠ പ്രിയദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശുദ്ധ ഭക്തർ, ഭഗവാന്റെ ഭക്തർ. അതിൽ ഗുരു ആവാം, നമ്മുടെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരാവാം. ആ വൈകുണ്ഠപ്രിയർ എന്ന് പറയുന്ന ഭക്തരെയാണ് ഉദ്ദേശിക്കുന്നത്. വൈകുണ്ഠപ്രിയ ദർശനം, അങ്ങനെയുള്ള ആളുകളുടെ, അങ്ങനെയുള്ള ശുദ്ധ ഭക്തരുടെ ഒരു സംഘം കിട്ടുക എന്ന് പറയുന്നത്, അവരിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത്, കേൾക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ മനുഷ്യജന്മം കിട്ടുന്നേക്കാൾ കൂടുതൽ ദുർലഭമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് മുഴുവനും ആവുന്നില്ല. അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഗുരുപരമ്പര സിസ്റ്റത്തിൽ നമ്മൾ വരുമ്പോഴാണ്, അങ്ങനെ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ആക്ച്വലി മനുഷ്യജീവിതം അർത്ഥവത്താവുന്നത്. സോ അത്രയും റെയറാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. സോ അതാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീ ഗുരുവിൻ്റെ സ്ഥാനം അതാണ്. ശിക്ഷാ ഗുരു കെ അർത്ഥ, ശിക്ഷാ ഗുരു കെ കൃഷ്ണ സ്വരൂപ അന്തര്യാമി ഭക്തശ്രേഷ്ഠ ഏയ് ദുയ് രൂപ. ചൈതന്യ ചരിതാമൃതത്തിൽ ശ്ലോകമാണ്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം ചൈതന്യ ചരിതാമൃതം എഴുതി തുടങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ പറയുന്ന ശ്ലോകമാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷാഗുരുക്കളെയും ദീക്ഷാഗുരുക്കളെയൊക്കെ ഓർക്കുവാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷാഗുരുവാണ് രഘുനാഥദാസ് ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതത്തിൻ്റെ ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും അദ്ദേഹം ശ്രീ രൂപ രഘുനാഥ പദേ, അതായത് രഘുനാഥ് ഗോസ്വാമിയുടെയും ശില രഘുനാഥദാസ് ഗോസ്വാമിയുടെയും ശില രൂപ ഗോസ്വാമിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറയും, അവരുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ കൃഷ്ണദാസ്
ചൈതന്യ ചരിതാമൃതം എഴുതുന്നു. എങ്ങനെയാണ് അദ്ദേഹം എല്ലാ അധ്യായത്തിൻ്റെ അവസാനം കാണാം. ശ്രീ രൂപ രഘുനാഥ് പദ യാര ആഷ് ചൈതന്യ ചരിതാമൃത് കഹേ കൃഷ്ണദാസ്. അദ്ദേഹം തുടക്കത്തിലും ഓർക്കുന്നു, അവസാനവും ശിക്ഷാഗുരുക്കളെ, ശിക്ഷാഗുരു ആണെങ്കിലും ദീക്ഷാഗുരു ആണെങ്കിലും. സ്പെസിഫിക്കലി കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ശിക്ഷാഗുരുക്കളായിരുന്നു. കാര്യം രഘുനാഥ് ദാസ് ഗോസ്വാമിയിൽ നിന്നാണ് അദ്ദേഹം കേൾക്കുന്നത്, ചൈതന്യ ലീല കേൾക്കുന്നത്. അതേപോലെ രൂപ ഗോസ്വാമി എല്ലാവരുടെയും ശിക്ഷാഗുരുവാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ചും ഓർക്കുന്നു. പിന്നെ രഘുനാഥ് ഭട്ട ഗോസ്വാമിയാണ് അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ രഘുനാഥ് അവിടെ രഘുനാഥും രൂപ രണ്ടുപേരുടെ പേരാണ് പറയുന്നത്. അപ്പോൾ രണ്ട് രഘുനാഥിനെയും അവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമിയുണ്ട്, രഘുനാഥ് ഭട്ട ഗോസ്വാമിയും വരുന്നു കൂട്ടത്തിൽ, രൂപ ഗോസ്വാമിയും ഓർക്കുന്നു അദ്ദേഹം. അപ്പോൾ അധ്യായം അവസാനിക്കുമ്പോഴും അദ്ദേഹം ഓർക്കുന്നു, തുടക്കത്തിലും ഡെഫിനറ്റ്ലി ഓർക്കുന്നുണ്ട്. സോ അതാണ്. അപ്പോൾ അവിടെ ചൈതന്യ ചരിതാമൃതം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുള്ളൊരു ശ്ലോകമാണ് ശിക്ഷാഗുരു കെ കൃഷ്ണൈ സ്വരൂപ അന്തര്യാമി ഭക്തശ്രേഷ്ഠ ഏയ് ദുയ് രൂപ. അവിടെ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ശിക്ഷാഗുരു എന്ന് പറയുന്നത് കൃഷ്ണൈ സ്വരൂപ, കൃഷ്ണൻ്റെ തന്നെ സ്വരൂപമാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ തന്നെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു. അന്തര്യാമി ഭക്തശ്രേഷ്ഠ ഏയ് ദുയ് രൂപ. ആ കൃഷ്ണൻ അന്തര്യാമിയായിട്ട് നമ്മുടെ പരമാത്മാവായിട്ടിരിക്കുന്ന ആ അന്തര്യാമി തന്നെയാണ് ഭക്തശ്രേഷ്ഠ. അദ്ദേഹം ഭക്തരുടെ ശ്രേഷ്ഠനാണ്. അതായത് ഹീസ് എ ഹൈ ക്ലാസ് ഡിവോട്ടി, ഭക്തരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ഏയ് ദുയ് രൂപ. അപ്പോൾ കൃഷ്ണൻ ആക്ച്വലി അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഗുരുവിൻ്റെ രൂപത്തിൽ. ദീക്ഷാഗുരു ആണെങ്കിലും ശിക്ഷാഗുരു ആണെങ്കിലും. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ശിക്ഷാഗുരു കെ കൃഷ്ണ ഹി സ്വരൂപ അന്തര്യാമി ഭക്തശ്രേഷ്ഠ ഏയ് ദുയ് രൂപ. ഇവിടെ സൂത ഗോസ്വാമി ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആക്ച്വലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ കിട്ടുന്നതല്ല ഇതൊന്നും. എല്ലാം നമ്മുടെ വൈഷ്ണവരുടെ കാരുണ്യവും ഗുരുവിൻ്റെ കാരുണ്യവും അവരുടെ ഗൈഡൻസും അവരുടെ ഹെൽപ്പും അവരുടെ സ്നേഹവും അവരുടെ എഫെക്ഷനും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഗൈഡൻസും എല്ലാം, അവരുടെ സ്നേഹം, കമ്പാഷൻ, ഇതെല്ലാം വരുന്നുണ്ട് അതിൽ, അല്ലേ? ആരുടെ? ഗുരുജനങ്ങളുടെ. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കാതെ എപ്പോഴും ഓർക്കണം എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത്, ഭക്തിയിൽ ഒരുപാട് മുന്നോട്ട് പോയതിന് ശേഷം പലപ്പോഴും ഗുരുവിനെ പല ആളുകളും മറക്കുന്നു, വന്ന വഴി മറക്കുന്നു, ഗുരുവിനോടുള്ള ആ ഒരു സ്നേഹം കുറയുന്നു. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് തത്വം. ഇപ്പം നോക്കൂ, ഇത്രയും നമുക്ക് ഡീപ്പായിട്ടുള്ള, ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ വായിച്ചു പോവാം ഇതൊക്കെ. കഥയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഫ്ലോയിൽ വായിച്ചു പോകാം, ശ്ലോകം ടു ശ്ലോകം. പക്ഷേ നമ്മൾ ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും അതിൽ നിന്ന് ചേൺ ചെയ്യാൻ പഠിക്കണം, അതിൽ നിന്ന് കടയാൻ പഠിക്കണം. എന്ത് ലെസണാണ് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്, ഡിവോട്ടീസ് തമ്മിൽ ബിഹേവ് ചെയ്യുന്നതും, അപ്പോൾ അവർ പറയുന്നതും അവരുടെ പറയുന്ന രീതിയാണെങ്കിലും. സോ ഇങ്ങനെയാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത് ഒരു കാര്യം. അവിടെ നിന്നാണ് ലൈഫ് ലെസൺസ് നമുക്ക് കിട്ടുന്നത്. അതാണ്. അപ്പോൾ ഇവിടെ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം. അദ്ദേഹം പറയുന്നു, ശീല സൂത ഗോസ്വാമി, ഭാഗവതം പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഭാഗവതം ചൊല്ലാൻ പോകുന്നു, ഭാഗവതം ചൊല്ലാൻ പോകുന്നു. അതിനു മുമ്പായിട്ട് ഞാനിപ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ നാരായണൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ആദ്യം പിന്നെ നാരായണൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതിനുശേഷം നരനാരായണ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം, നമുക്കറിയാം, നരോത്തമം, അതെ, ഉത്തമനായിട്ടുള്ള നരൻ, അതായത് മനുഷ്യരിൽ വെച്ച് നരനാരായണ ഋഷീനെ അറിയുന്നുണ്ട്. നരനാരായണ ഋഷി ആക്ച്വലി കൃഷ്ണൻ്റെയും അർജുനൻ്റെയും അവതാരമാണ് ബേസിക്കലി. നരനാരായണ ഋഷീനെയാണ് ഇവിടെ നര ഉത്തമം എന്ന് പറയുന്നത്. അതായത് മനുഷ്യരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള വ്യക്തി, വരിഷ്ഠനായിട്ടുള്ള വ്യക്തി, നരനാരായണ ഋഷീനെ ഓർക്കുന്നു. അതേപോലെ സരസ്വതി ദേവിയെ ഓർക്കുന്നു. കാര്യം സരസ്വതി ദേവിയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഈ വിദ്യ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്, അല്ലേ? അതേപോലെ വ്യാസദേവനെ ഓർക്കുന്നു. വ്യാസദേവനാണ്, നമുക്കറിയാം, ശില സുഖദേവ് ഗോസ്വാമിയുടെ അച്ഛനാണ്.
ശില വ്യാസദേവനാണ് വേദങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ വ്യാസദേവൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം ശുഗദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വ്യാസദേവനാണ് പരം ഗുരു. അതുകൊണ്ട് പരം ഗുരുവിനെയും ഓർക്കുന്നു. ഇവരെല്ലാവരെയും ഓർത്തുകൊണ്ട് ഭാഗവതം വ്യാസദേവനാണ് ആക്ച്വലി അല്ലെങ്കിൽ വ്യാസദേവനാണ് അത് കമ്പൈൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വ്യാസദേവനെ ഓർക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരെയും ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചിട്ടാണ് ശില സുഖദേവ് ഗോസ്വാമി ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഭാവാർത്ഥം purport by Srila Prabhupada ki jai. All the Vedic literatures and the Puranas are meant for conquering the darkest region of material existence. The living being is in the state of forgetfulness of his relation with the God due to his being overly attached to the material sense gratification from the time immemorial. So, നമ്മളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ശ്രീല പ്രഭുപാദി പുരാണങ്ങളും വേദങ്ങളും ഒക്കെ തന്നിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് നമ്മളൊക്കെ ഇരിക്കുന്ന, ശരിക്കും പറയുകയാണെങ്കിൽ ഭൗതിക ലോകം എന്ന് പറയുന്നത് അന്ധകാരമാണ്. അതാണ് ഇവിടെ പറയുന്നത്. കാര്യം എന്താണ്? ഭഗവാനെ മറന്നിരിക്കുന്നതൊക്കെ അന്ധകാരമാണ്. ഭഗവാനെ മറന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഉള്ളത്. ഭൗതിക ലോകം ഭഗവാനെ മറന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഭൗതിക ലോകം. ഭഗവാനെ ഓർക്കുന്ന ആളുകൾ, ഭഗവാനെ സ്നേഹിക്കുന്ന, ഭഗവാനെ ആരാധിക്കുന്ന, സേവിക്കുന്ന ആളുകൾക്കുള്ള സ്ഥലം ആധ്യാത്മിക ലോകമാണ്, സ്പിരിച്വൽ വേൾഡാണ്, ഭൗതിക ലോകമല്ല. എന്നാൽ ഈ പുരാണങ്ങളും വേദങ്ങളും തന്നിട്ടുള്ളത് എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ ഉള്ളത്, അതായത് ഇരുട്ടിലിരിക്കുന്ന നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാനുള്ള, ഭഗവാന്റെ അടുത്തേക്ക് ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തെ ഉപേക്ഷിച്ച് ആ ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദങ്ങളും പുരാണങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അവിടേക്ക് പോകാനുള്ള വഴിയാണിത്. ആക്ച്വലി ആ വഴിക്ക് തുറന്ന് കാണിച്ചു തരുന്നു പുരാണങ്ങളുടെയും വേദങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും. കൃഷ്ണ ഭൂലിയ ജീവ് അനാതി ബഹിർമുഖ. മനുഷ്യർ അല്ലെങ്കിൽ ഇവിടെ എല്ലാ ആളുകളും നമ്മളെല്ലാവരും ബഹിർമുഖരാകുന്നു. കൃഷ്ണനിൽ ബഹിർമുഖരാകുമ്പോഴാണ് അനാദികാലമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ മായാദേവിയുടെ പിടിയിൽ വന്നു. അതാണ് ലിവിങ് ബീയിങ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഫർഗെറ്റ്ഫുൾനെസ്. സോ നമ്മളെല്ലാവരും മറന്നിരിക്കുന്നു, ഭഗവാനെ മറന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മറന്നുകൊണ്ട് നമ്മൾ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ടൈം ഇമ്മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ട്, അതിനൊരു അവസാനമില്ല, കാലാകാലങ്ങളായിട്ട്. His struggle for existence in the material world is perpetual and it is not possible for him to get out by making plans. If he all wants to conquer this perpetual struggle for existence, he must re-establish his relationship with the God. So, material world, ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അന്ധകാരമാണെന്നുള്ളത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ, നമ്മൾ വേറെ പ്ലാൻസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആക്ച്വലി ഭൗതിക തലത്തിലുള്ള എന്ത് പ്ലാൻ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അതൊന്നും നമുക്ക് സഹായിക്കില്ല. എന്നാൽ ഭഗവാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് ഭഗവാനുമായിട്ട് കണക്ഷൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കുവാണെങ്കിൽ, പ്ലാൻ എടുക്കുവാണെങ്കിൽ, ആ പ്ലാൻ നമ്മളെ സഹായിക്കുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. ഇല്ലെങ്കിൽ ഇവിടെയുള്ള എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. ഭൗതിക ലോകത്തിലെ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒന്നും കാര്യമില്ല. ആൻഡ് one who wants to adopt such remedial measures must take the shelter of literature such as Vedas and Puranas. So, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വേദങ്ങളെയും പുരാണങ്ങളെയും ആശ്രയിക്കണം. അതാണ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ. ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഓക്കെ, വേണ്ട, വേദങ്ങൾ വേണ്ട, പുരാണങ്ങൾ വേണ്ട, ഭാഗവതം വേണ്ട, ഭഗവത്ഗീത വേണ്ട, നാമം വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഇരുന്നോളൂ, എൻജോയ് ചെയ്യാൻ ശ്രമിച്ചോളൂ, എവിടെയും എത്താൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേദങ്ങളെയും പുരാണങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. Foolish people say that Puranas have no connection with the Vedas. However, the Puranas are supplementary explanation of the Vedas intended for different types of men. All men are not equal. There are men who are conducted by the modes of goodness, and others who are under the mode of passion, and others who are under the mode of ignorance. The Puranas are so divided that any class of men can take advantage of them and gradually regain their lost position and get out of the hard struggle of existence.
Srila Suta Goswami shows the way of chanting the Puranas. This may be followed by person who aspire to be the preachers of the Vedic literatures and the Puranas. Srimad Bhagavatam is a spotless Purana and it is especially meant for them who desire to get out of the material entanglement permanently. ഇവിടെ ശിലപ്രഭാജി പറയുന്നു, വേദങ്ങളും പുരാണങ്ങളൊക്കെ തന്നിട്ടുള്ളത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്, ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. ഇപ്പോൾ ചില വിഡ്ഢികളായിട്ടുള്ള ആളുകൾ പറയും പുരാണങ്ങൾക്ക് വേദങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ളത്. ആക്ച്വലി അത് അറിവില്ലായ്മയാണ്. പുരാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വേദാന്ത സൂത്രങ്ങളുടെ നാച്ചുറൽ കമൻട്രിയാണ്, അല്ലെങ്കിൽ ഭാവാർത്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്, അല്ലേ? അതേപോലെ എല്ലാ പുരാണങ്ങൾ ആക്ച്വലി പുരാണങ്ങളെ സ്മൃതി എന്നാണ് പറയുന്നത്. അതായത് വ്യാസദേവനെ പോലുള്ള ഋഷിവര്യന്മാർ ആണ് പുരാണങ്ങൾ കമ്പൈൽ ചെയ്യുന്നത്. കാര്യം അതിൽ ഒരുപാട് ഹിസ്റ്ററീസും കഥകളും സ്റ്റോറീസും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭക്തരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ലീലകൾ, ഭഗവാന്റെ ലീലകളൊക്കെ പ്രതിപാദിക്കുന്നതാണ് പുരാണങ്ങൾ. ആക്ച്വലി വേദങ്ങളിൽ സൂത്ര രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ വളരെ കണ്ടൻസ്ഡ് ഫോമിലായിരിക്കും തന്നിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ ഭാവാർത്ഥം പോലെയാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുരാണത്തിന് ഡെഫിനറ്റ്ലി കണക്ഷൻ ഉണ്ട് വേദങ്ങളായിട്ട്. വേദങ്ങൾ കണക്ഷൻ ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എന്തുകൊണ്ട് ഇത് തന്നിട്ടുണ്ട്, പുരാണങ്ങൾ എന്തിനാണ് തന്നിട്ടുള്ളത്, അതാണ് ശ്രീല പ്രഭുജി ഫർദർ പറയുന്നത്. അതായത് പല ആളുകളും പല ഗുണത്തിലിരിക്കുന്നവരാണ്. ചിലവർ സത്വഗുണത്തിലാണ്, ചിലവർ മോഡ് ഓഫ് പാഷൻ രജോ ഗുണത്തിലാണ്, ചിലവർ തമോ ഗുണത്തിലാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവർക്കും ഉപകാരമാവുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പല പല ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, പല പല ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട്, ലീലകൾ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും മനസ്സിലാക്കുവാനുള്ള രീതിയിൽ പുരാണങ്ങളിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് പുരാണങ്ങളുടെ മഹാത്മ്യം. അങ്ങനെ അതുപോലെ അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഒരുപാട് പുരാണങ്ങളുണ്ട്. അതിലെ അമല പുരാണമായിട്ട്, അല്ലെങ്കിൽ എല്ലാ പുരാണങ്ങളുടെയും ചക്രവർത്തിയായിട്ട് നമ്മൾ പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളിലെ വേദങ്ങളുടെയും സാരാംശമാണ് ശ്രീമദ് ഭാഗവതം. ക്രീം ഓഫ് വേദിക് ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുക. അതായത് സർവ്വവേദങ്ങളുടെയും ക്രീമാണ് ശ്രീമദ് ഭാഗവതം. സ്പോട്ട്ലെസ് എന്ന് പറയും, അതായത് അമലമാണ്. ശ്രീല വ്യാസദേവൻ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. നമ്മളിനി മുന്നോട്ട് വരുന്ന അധ്യായങ്ങളിൽ പഠിക്കും ശ്രീമദ് ഭാഗവതം എങ്ങനെ വന്നു എന്നുള്ളത്, വ്യാസദേവൻ എങ്ങനെ എഴുതി എന്നുള്ളത്. മനോഹരമായിട്ടുള്ള സെക്ഷനാണ് അതൊക്കെ. ഓക്കെ, ശ്രീമദ് ഭാഗവതം പുരാണം അമലം പ്രേമപൂമർത്തോ മഹാൻ. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതവും സ്പോട്ട്ലെസ്, അല്ലെങ്കിൽ അതിൽ ഒരു മലവും ഇല്ലാത്ത അമലമായിട്ടുള്ളതാണ്. അതാണ് പറയുന്നത്, അത്രയും പ്യുവറാണെന്ന് പറയുന്നു. ഈ ശ്രീമദ് ഭാഗവത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്തിലെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ പുരാണമാണ്, ആ ശ്രീമദ് ഭാഗവതമാണ് ഇവിടെ ശിലസൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിൽ ഇരുന്ന് ശൗനക ഋഷികളോട് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം 5. മുനയാ സാധു പൃഷ്ടോഹം ഭവാദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംസ്പൃഷ്ണോ യേനാത്മാ സുപ്രസീദതി. യെസ്, ശ്ലോകം വായിച്ചോളൂ. हरे कृष्ण। मुनया साधु पृष्टोऽहं भवद्भिर्लोकमङ्गलं यत्कृता कृष्णसंप्रश्नो येनात्मा सुप्रसीदति. हरे कृष्ण। Thank you. Hare Krishna Prabhu. Yes, Munaya sadhu prishtoham bhavadbhirlogamangalam yadkrita Krishna samprashno yenatma suprasidati. Hare Krishna. Thank you. ആരെങ്കിലും ഒരാളും കൂടെ വായിക്കും? യെസ്. മുനയാ സാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃതാ കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. ഹരേ താങ്ക് യു, കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ വായിക്കും ആരെങ്കിലും? Hare Krishna.
Hare Krishna Prabhu. O sages, I have been justly questioned by you. Your questions are worthily because they relate to Lord Krishna and so are of relevance of other world's welfare. Only questions of this sort are capable of completely satisfying the self. Hare Krishna Prabhu. താങ്ക് യു. സോ ഇവിടെ സേജസിനോട് പറയുന്നു, ശൗനക ഋഷികളോട് പറയുന്നു, ഐ ഹാവ് ബീൻ ജസ്റ്റ്ലി ക്വസ്റ്റ്യൻ ബൈ യു. അതായത് കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതാണ് പറയുന്നത്, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. യുവർ ക്വസ്റ്റ്യൻസ് ആർ വർത്തി ബിക്കോസ് ദേ റിലേറ്റ് ടു ലോർഡ് കൃഷ്ണ ആൻഡ് സോ ആർ റിലവൻസ് ടു ദ വേൾഡ്സ് വെൽഫെയർ. കാരണം എന്താണ്? ചോദ്യങ്ങൾ ഭഗവാനുമായിട്ട് കണക്ഷനുള്ള ചോദ്യങ്ങളാണ്. ഇത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഉത്തരം പറയുമ്പോൾ ഇത് എല്ലാവർക്കും ബെനിഫിറ്റ് ആവുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് സൂത ഗോസ്വാമി വളരെ എക്സൈറ്റഡ് ആയി ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ. ഹരി ബോൽ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് സച്ച് ക്വസ്റ്റ്യൻസ്. സൂത ഗോസ്വാമി പറയുകയാണ്, ഞാൻ ഇനി പറയുമ്പോൾ സന്തോഷമായി അദ്ദേഹത്തിന്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഹൃദയത്തിലുമുള്ള അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ഇരിക്കുന്നു. അതേപോലെ അദ്ദേഹത്തിന് എല്ലാ അറിവുകളും ജ്ഞാനവും വിജ്ഞാനവും ഉള്ള വ്യക്തിയാണ്. സോ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും എല്ലാവരോടും ഈ പറയുന്ന കമ്പാഷനുണ്ട്, എല്ലാവരോടും ഒരു കാരുണ്യം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടെ കേട്ടപ്പോൾ സന്തോഷമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മനസ്സിലുള്ളത് ചോദിക്കുന്നു, ഞാൻ അതുകൊണ്ട് പറയാൻ റെഡിയാണ്. So only questions of this sort are capable of completely satisfying the self. So സൂത ഗോസ്വാമി പറയുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് ഉത്തരം പറയുമ്പോഴും ഇതാണ് ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യം. ഭഗവാനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ബാക്കിയുള്ള എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ നമ്മൾ ഇന്ദ്രിയ സെൻസസുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. എവിടെയും നമ്മൾ എത്താൻ പോകുന്നില്ല, എവിടെയും നമുക്ക് സന്തോഷം കിട്ടില്ല. ഏത് സിറ്റുവേഷനിലും നമ്മൾ അവസാനം കരയേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. ഒരു പൂർണ്ണമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയില്ല, കിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, സാറ്റിയേറ്റഡ് ആവും. സാറ്റിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവും നമുക്ക് അവസാനം. വെറുപ്പ് തോന്നും. പല കാര്യങ്ങളും അങ്ങനെയാണ്. എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയില്ല. ഭഗവാനെക്കുറിച്ചുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ തലത്തിലുള്ള സന്തോഷം, ആനന്ദം നമുക്ക് തരുന്നു. സൂത ഗോസ്വാമിക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ. സോ ശില പ്രഭുപാദിൻ്റെ പർപ്പോട്ടിൽ എന്ന് പറയുന്നത് നോക്കാം. Srila Prabhupada ki jai. Since it has been stated herein before that Bhagavatam, the absolute truth, is to be known, the questions of the sages of Naimisharanya are proper and just because they pertain to Krishna, who is the Supreme Personality of the Godhead, the absolute truth. So again, അത് Srila Prabhupada ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവരുടെ ചോദ്യങ്ങൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള പ്രോപ്പർ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്, കാര്യം ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട്. ഇൻ ഭഗവത്ഗീത 15:15 the personality of Godhead says that in all the Vedas that is nothing but the urge for searching after him. Lord Krishna, the questions that pertain to Krishna are the sum and the substance of all Vedic inquiries. 15 ഏതാണ് ശ്ലോകം? പറയൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാം ഹരേ രാം രാം രാം. യെസ്, ആരെങ്കിലും ഒരാൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. നോക്കാതെ ഓക്കെ എന്നാ വേണ്ട. അല്ല, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മതാ സ്മൃതിർ ജ്ഞാനമപോഹനം ച. മധുജി പറഞ്ഞ കറക്റ്റ് തന്നെ. അതിന്റെ തുടക്കം പറയണം. ശ്ലോകം അറിയില്ല, യു ഹാവ് ടു ലേൺ. വെരി ഇമ്പോർട്ടൻറ്റ് ശ്ലോകം. ഓക്കെ, എല്ലാവരും പഠിക്കേണ്ട ശ്ലോകമാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. ഭഗവാൻ പറയുന്നു സർവസ്യ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനുണ്ട്. എവ്രിബഡീസ് ഹാർട്ട്. അതായത് അദ്ദേഹം പറയുന്നു എല്ലാവരിലും ഞാനുണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഞാനുണ്ട് എന്ന് പറയുന്നു. മനുഷ്യരാവട്ടെ, മൃഗമാവട്ടെ, ചെടിയാവട്ടെ, മരമാവട്ടെ, സർവസ്യ ചാഹം. ഇവിടെ പ്രത്യേകിച്ചും മനുഷ്യരെ കുറിച്ചാണ്, സ്പെഷ്യലി ലിവിങ് എൻറ്റിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി ഈ ഒരു ശ്ലോകത്തിൽ കൂടുതലും ഫോക്കസിങ് ഓൺ നമ്മൾ ഓരോരുത്തരെയും. ബിക്കോസ്
അദ്ദേഹം അതിനുശേഷം പറയുന്നത് മതഃ സ്മൃതിർ ജ്ഞാനം അപോഹനം ച, ജ്ഞാനമാണെങ്കിലും മറവിയാണെങ്കിലും ഇതെല്ലാം ഞാനാണ് തരുന്നത് എന്ന് പറയുന്നു. വേദേശ്ച സർവേരഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദ വിദേഹചഹം. വേദങ്ങളെല്ലാം ഞാൻ തന്നെയാണ് രചിച്ചിട്ടുള്ളത്, വേദങ്ങളൊക്കെ ഭഗവാൻ എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ ഇവിടെ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു നിർദ്ദേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. വേദങ്ങളുടെ ഉദ്ദേശം ഭഗവാനാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ദാറ്റ് വേദാസ് ഈസ് ടു നോ കൃഷ്ണ, നത്തിങ് എൽസ്. വസ്തു നിർദ്ദേശ എന്ന് പറയും സംസ്കൃതത്തിൽ, ഒബ്ജക്റ്റീവ്. സോ ഇവിടെ ഇങ്ങനത്തെ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് സൂതഗോസ്വാമിക്ക് സന്തോഷമായി. The whole world is full of questions and answers. The birds, beasts and men are all busy in the matter of perpetual questions and answers. In the morning, the birds in the nest become busy with questions and answers, and the evening also the same birds come back and again become busy with questions and answers. The human being, unless he is fast asleep at night, is busy with questions and answers. The businessmen in the market are busy with questions and answers. And so also the lawyers in the court and students in the schools and colleges. The legislators in the parliament are also busy with questions and answers. Politicians and the press representatives are also busy with questions and answers, although they go on making such questions and answers for their own lives that are not at all satisfied. Satisfaction of the soul can only be obtained by the questions and answers ഓൺ ദ സബ്ജക്റ്റ് ഓഫ് കൃഷ്ണ. ശില പ്രഭുപാദ് ഒരുപാട് എക്സാമ്പിൾ ഇവിടെ പറയുന്നു. ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദ്യങ്ങളും ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പ്രതീക്ഷിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, ഇതാണ് ചെയ്യുന്നത്. പക്ഷേ വല്ല കാര്യമുണ്ട്. പല എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞു, നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷികൾ മുതൽ അങ്ങോട്ടും മുന്നോട്ടും, പക്ഷികളും മൃഗങ്ങളും മുതൽ സാധാരണ മനുഷ്യരും ബിസിനസ്സുകാരും സ്കൂളിലുള്ള പഠിക്കുന്ന കുട്ടികളും കോളേജിലുള്ള പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പാർലമെൻറ്റിലെ കാര്യം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ചോദ്യങ്ങളും ഉണ്ടാവും, ഉത്തരങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണ്? അവനവൻ ഇവിടെ എങ്ങനെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ. അതിൽ ഭഗവാന്റെ ചോദ്യങ്ങളോ ഭഗവാനുമായിട്ട് സംബന്ധിച്ച ഒന്നുമല്ല, അവനവൻ്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള, എനിക്ക് കൂടുതൽ എങ്ങനെ ഇന്ദ്രിയ സുഖം കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ തലത്തിലുള്ള ആ ഒരു സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അങ്ങനെയുള്ള ഉത്തരങ്ങൾ കേൾക്കുമ്പോഴും മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നിലൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ഒരു സന്തോഷം. കൃഷ്ണ ഈസ് അവർ മോസ്റ്റ് ഇൻറ്റിമേറ്റ് മാസ്റ്റർ, ഫ്രണ്ട്, ഫാദർ ഓർ സൺ ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് കോൺജുഗൽ ലവ്. Forgetting Krishna, we have created so many objects of questions and answers, but none of them are able to give us complete satisfaction. All things but Krishna give temporary satisfaction only. So if we are to have complete satisfaction, we must take the questions and answers about Krishna. We cannot live for a moment without being questioned or without giving answers. Because Srimad Bhagavatam deals with questions and answers that are related to Krishna, we can derive the highest satisfaction only by reading and hearing this transcendent literature. One should learn the Srimad Bhagavatam and make an all-around solution to all problems pertaining to social, political, religious matters. Srimad Bhagavatam and Krishna are the sum total of all things. എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഭഗവാനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഭഗവാനെ മറക്കുമ്പോഴാണ് മറ്റുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഭഗവാനെ ഓർക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് ഭഗവാനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ്, അങ്ങനെയായിരിക്കും അത് ഓട്ടോമാറ്റിക്കലി. എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിലും ഉത്തരങ്ങളാണെങ്കിലും എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ശ്രീമദ് ഭാഗവതം പൂർണ്ണമായിട്ടും ഭഗവാനെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. സോ ഭാഗവതം വായിക്കുകയാണെങ്കിലും ഭാഗവതം കേൾക്കുകയാണെങ്കിലും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് പരമാനന്ദം കിട്ടുന്നു. അതായത് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നു. കാര്യം അതിൽ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഒരു സാറ്റിസ്ഫാക്ഷനും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതാണ് പറയുന്നത് 5ാമത്തെ ശ്ലോകത്തിൽ. ഓക്കെ, എനിക്കൊരു ചെറിയൊരു 2 മിനിറ്റ് സമയം വേണം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ആറാമത്തെ ശ്ലോകം വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ശ്ലോക, ബൈ ഹാർട്ട് ചെയ്യേണ്ട ശ്ലോകമാണ്. കേട്ടിട്ടുള്ള ശ്ലോകമായിരിക്കും. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിർ അദോക്ഷജേ ആഹേതുകേ അപ്രതിഹത യയാത്മാ സുപ്രസീദതി. യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞു വന്നത്. മാതാജി വായിച്ചു മതി സർ. ഹരേ കൃഷ്ണ. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരദോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. യെസ്, അടുത്ത ആള്. ഹരേ കൃഷ്ണ. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരദോക്ഷജേ അഹൈതുകീയ പ്രതിഹതായയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്, എനിബഡി എൽസ്? ഹരേ കൃഷ്ണ. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിർ അദോക്ഷജേ അഹേതുകി അപ്രദേഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. താങ്ക് യു. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ആരുല്ലേ? ഹരേ Hare Krishna. കൃഷ്ണ. Hare Krishna Prabhu. The supreme occupation dharma for all humanity is that by which men can attain to loving devotional service unto the transcendental Lord. Such devotional service must be unmotivated and uninterpreted to the completely satisfy the self. Hare Krishna. താങ്ക് യു. സോ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് പരമമായിട്ടുള്ള ധർമ്മം എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇതാണ് പറയുന്നത്. പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. ഈ ഒരു ശ്ലോകം പരമമായിട്ടുള്ള ധർമ്മം എന്താണെന്നും അതേപോലെ ഉത്തമ ഭക്തി എന്താണെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം പരമമായിട്ടുള്ള ധർമ്മമാണ് ഭക്തി. സവൈ പുംസാം എല്ലാവർക്കും, പുംസാം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും, എല്ലാവരുടെയും പരോധർമ്മം, എവ്രിബഡീസ് പരോധർമ്മം. പരോധർമ്മം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ധർമ്മം. ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഉപ്പിൻ്റെ ധർമ്മം ഉപ്പുരസം കൊടുക്കുക എന്നുള്ളതാണ്. പഞ്ചസാരയുടെ ധർമ്മം മധുരം കൊടുക്കുക എന്നുള്ളതാണ്. ജീവാത്മാവൻ നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ ധർമ്മം ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. പരോധർമ്മം. സ്വധർമ്മങ്ങൾ, മറ്റുള്ള ധർമ്മങ്ങളുണ്ടാവും. നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റുള്ള നൈമിത്തിക ധർമ്മങ്ങളുണ്ടാവും. നൈമിത്തിക ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ധർമ്മങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനെ നൈമിത്തികം എന്ന് പറയും. ബിക്കോസ് അത് ശാശ്വതമായിട്ടുള്ള ധർമ്മമല്ല, ഇറ്റേണൽ അല്ല. കാര്യം അത് ഈ ഒരു ജന്മത്തിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ജന്മത്തിലാകുമ്പോൾ വേറെ ആളുകളാണ്, വേറെ കാര്യങ്ങളാണ്, നമുക്കറിയില്ല. സോ നൈമിത്തിക ധർമ്മം, നിത്യധർമ്മം എന്ന് പറയും. നിത്യധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവധർമ്മം അല്ലെങ്കിൽ ആത്മീയ തലത്തിലുള്ള ധർമ്മം. പരോധർമ്മം, അതിനെയാണ് പരോധർമ്മം എന്ന് പറയുന്നത്. അപ്പം എന്താണ് പരോധർമ്മം? പരമമായിട്ടുള്ള ധർമ്മം. യഥോ ഭക്തിർ അദോക്ഷജേ. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, ആരാണ് അവിടുത്തെ വിഷയവസ്തു? അദോക്ഷജേ, കൃഷ്ണൻ. അദോക്ഷജൻ കൃഷ്ണൻ്റെ പേരാണ്, കൃഷ്ണൻ്റെ ഒരു പേരും കൂടിയാണ് അദോക്ഷജൻ. അപ്പോൾ യഥോ ഭക്തിർ അദോക്ഷജേ അഹൈതുകി അപ്രതിഹത. എങ്ങനെയായിരിക്കണം ഈ ഭക്തി? അഹൈതുകമായിരിക്കണം. അഹൈതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കാരണമൊന്നുമില്ലാതെ, അതായത് ഒന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ലാതെ. സ്നേഹം, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അല്ലാതെ അവിടെ ഒരു ബിസിനസ് ഡീലല്ല. സാധാരണ നമ്മളൊരു ലിസ്റ്റുമായിട്ട് അമ്പലത്തിൽ പോയിട്ട് ചോദിക്കുന്നത് അത് അഹൈതുകമല്ല. അവിടെ ഹേതുവുണ്ട്, അവിടെ കാരണമുണ്ട് നമ്മളവിടെ പോകാൻ. കാര്യം എന്താണ്? ഈ ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. നമ്മളവിടെ ബിസിനസ് ഡീലാണ് പറയുന്നത്. ഭഗവാനോട് പറയുന്നു, ഞാൻ 10 രൂപ ഭണ്ഡാരത്തിലിടുന്നു, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തി തരണം. അത് അഹൈതുകമായിട്ടുള്ള സ്നേഹമല്ല, അത് അഹൈതുകമല്ല.
സോ അത് ഭക്തി എന്ന് വിളിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൺലി ബിസിനസ് ഡീൽ. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്ന അഹൈതുകമായിട്ടുള്ള സ്നേഹം, പ്രേമം. നമുക്ക് കുടുംബത്തിൽ, വീട്ടിലുള്ള ഓക്കെ, നല്ലൊരു ഉദാഹരണം പറയാവുന്നത് ഒരു ചെറിയ ജനിച്ച കുഞ്ഞും, അതായത് ആദ്യത്തെ ഒരു 2-3 വർഷം പ്രത്യേകിച്ചും, അതായത് കംപ്ലീറ്റ്ലി കുഞ്ഞ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട് തുടക്കത്തിൽ, ആദ്യത്തെ ഒരു 2 വർഷം വേണമെങ്കിൽ പറയാം. ആ സമയം എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള സ്നേഹം? അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും സ്നേഹം ഉണ്ടാവാം മകൻ? അപ്പോൾ മക്കൾ, അല്ലെങ്കിൽ ആ കുഞ്ഞ് മൂത്രമൊഴിക്കുന്നു, അതേപോലെ ടോയ്ലറ്റിൽ പോകുന്നു, ഇതെല്ലാം ചെയ്യുന്നു. രാത്രി ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി ആ അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അവരെ ക്ലീൻ ചെയ്യുന്നു, കുളിപ്പിക്കുന്നു, വൃത്തിയാക്കുന്നു, അല്ലേ? എത്ര രാത്രിയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ മറ്റേ കുട്ടി ഇത് നാപ്കിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് രാത്രി മാറ്റി കൊടുക്കുന്നു. കാര്യം അത് വെച്ച് കൊടുത്ത് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ എത്ര ഉറക്കത്തിലാണെങ്കിലും ഇതൊക്കെ എഴുന്നേറ്റ് ചെയ്യും. അത് വിഷമത്തോട് കൂടിയിട്ടോ വെറുപ്പോട് കൂടിയിട്ടല്ല അമ്മമാർ ചെയ്യുക, സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. കാര്യം അമ്മയ്ക്കറിയാം എന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു കുഞ്ഞിന് 100% ആശ്രയിക്കുന്നുണ്ട്. കുട്ടിക്കൊന്നും അറിയില്ല, ചെറിയ കുട്ടിയാണ്. സോ അതുകൊണ്ട് അമ്മയ്ക്ക് നാച്ചുറലി ഒരു സ്നേഹം, നാച്ചുറലായിട്ടുള്ള സ്നേഹമാണ്. അതായത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഈ ചെറിയ കുഞ്ഞ് എന്ത് ചെയ്യും? ചിലപ്പോൾ ഫ്യൂച്ചറിൽ ആ കുട്ടി വലുതായാലും എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത്, ആ മൊമെൻറ്റിൽ എക്സ്പെക്റ്റേഷൻ ഇല്ല അവിടെ, അല്ലേ? ഈ ഭൗതിക ലോകത്തിൽ പറയാൻ പറ്റുന്ന ഒരേ ഒരു റിലേഷൻഷിപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അതും ആ ചെറിയ സമയം, ചെറിയ 1-2 വർഷം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതൊക്കെ മാറും. പിന്നെ എല്ലാത്തിനും ഹേതു വരുന്നു, പിന്നെ എല്ലാത്തിനും കാരണങ്ങൾ വരുന്നു. ബിക്കോസ് എക്സ്പെക്റ്റേഷൻ വരുന്നു. അവിടെ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഹസ്ബൻഡ് വൈഫിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, വൈഫ് ഹസ്ബൻഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ അമ്മയും അച്ഛനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു, കുട്ടികളിൽ നിന്ന് അച്ഛനും അമ്മയും എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ, ഈ എക്സ്പെക്റ്റേഷൻ ഈസ് ദെയർ എവരിവർ. അപ്പോൾ അത് അഹൈതുകമല്ല. എന്നാൽ നേരെ മറിച്ച് ശുദ്ധഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഹൈതുകമായിരിക്കണം. അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷേ സ്നേഹം ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹം. ഓക്കെ, അതാണ് ആദ്യത്തെ ക്വാളിറ്റി, ആദ്യത്തെ ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ അപ്രതിഹത, നിരന്തരമായിരിക്കണം. അൺഇൻറ്ററപ്റ്റഡ്, നിരന്തരം. അതായത് ഒരു ദിവസവും ചെയ്തു അടുത്ത ദിവസമില്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ എപ്പോഴും ഒരു തടസ്സമില്ലാതെ അൺഇൻറ്ററപ്റ്റഡായിട്ട് ഉള്ളത് അപ്രതിഹത. യയാത്മാ സുപ്രസിദ്ധി. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം, ഈ ഒരു ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ അഹൈതുകമായിട്ടുള്ള ഭക്തി, ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി, അത് ചെയ്യുമ്പോൾ യയാത്മാ സുപ്രസിദ്ധി, ആ വ്യക്തിക്ക്, ആ ആത്മാവിന്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും സന്തോഷവും ആനന്ദവും കിട്ടുന്നു. 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അങ്ങനെയാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ഈസ് ദ ഡെഫിനിഷൻ ഫോർ, നമുക്ക് പറയാം, ഉത്തമ ഭക്തിയുടെ ഒരു ഡെഫിനിഷനാണ്. അതേപോലെ തന്നെ പരോധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരേണ്ടതാണ് ഈ ശ്ലോകം. പരമമായിട്ടുള്ള ധർമ്മം എന്താണ്? അപ്പോൾ ഓർക്കണം, യതോ ഭക്തിരധോക്ഷജേ, ഡിവോഷണൽ സർവീസ് അൺ ടു കൃഷ്ണ. ബിക്കോസ് നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ സുപ്രീം ഓക്യുപ്പേഷൻ ധർമ്മ ഫോർ ഓൾ ഹ്യൂമാനിറ്റി, സുപ്രീം ഓക്യുപ്പേഷൻ എന്ന് പറയുന്നതാണ് പരോധർമ്മ, is that by which men can attain loving devotional service unto the transcendental Lord. The devotional service must be unmotivated, uninterrupted to completely satisfy the self. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, Srila Prabhupada's purport. In this statement, Srila Suta Goswami answers the first question of the sages of Naimisharanya. Yes, ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ശ്രേയസ്കരമായതെന്താണ്? എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത് യയാത്മാ സുപ്രസിദ്ധി, എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. എന്താണ്? യതോ ഭക്തിരധോക്ഷജേ അഹേതുകീയ പ്രതിഹത സവേ പുംസ പരോധർമ്മ. സോ ഇതാണ് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ ഉപകാരമാവുന്നത് ശ്രേയസ്കരമായിട്ടുള്ളതാണ് ഭക്തിയുത സേവനങ്ങൾ. അതാണ് ആൻസർ.
First question answer. The sages asked him to summarize the whole range of revealed scriptures and present the most essential part so that fallen people or the people in general might easily take it up. The Vedas prescribe two different types of occupation for the human being. One is called Pravritti Marga, the path of sense enjoyment, and other is called Nivritti Marga, the path of renunciation. സോ വേദങ്ങളിൽ രണ്ട് ടൈപ്പ് ഓഫ് ധർമ്മം പറയുന്നുണ്ട്. ഒന്ന് പ്രവൃത്തി മാർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് എൻജോയ്മെൻറ്റിൻ്റെ പാത, അതായത് കർമ്മകാണ്ഡ ഫിലോസഫി ഫോളോ ചെയ്തു പോകുന്ന ആളുകൾ. നിവൃത്തി മാർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ത്യാഗം അല്ലെങ്കിൽ റിനൗൺസിയേഷൻ, പരിത്യജിക്കുകയെല്ലാം, അതിനെ പറയുന്നത് നിവൃത്തി മാർഗം. Path of enjoyment is inferior and the path of sacrifice for the supreme cause is the superior. So ഇതിൽ നിവൃത്തി മാർഗമാണ് superior, പ്രവൃത്തി മാർഗമല്ല. ബിക്കോസ് പ്രവൃത്തി മാർഗ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സെൻസ് എൻജോയ്മെൻ്റ് ആണ്. സോ അത് ഇൻഫീരിയർ ആണ്. The material existence of the living being is a disease condition of actual life. Actual life is spiritual existence or Brahma Buddha, where life is eternal, bliss and full of knowledge. Brahma Buddha prasannatma na shochati na kankshati sama sarva bhudeshu. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ബ്രഹ്മബുദ്ധ അതാണ് ഇവിടെ പറയുന്നത്. എറ്റേണൽ, ശാശ്വതമാണ്, അതേപോലെ ആനന്ദകരമാണ്. ഏത് ആധ്യാത്മിക തലത്തിലുള്ള, അതാണ് ആക്ച്വൽ ലൈഫ് ബേസിക്കലി. മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ഈസ് ടെമ്പററി. നമ്മൾ ഇരിക്കുന്ന ഇത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, മെറ്റീരിയൽ എക്സിസ്റ്റൻസ് ഈസ് ടെമ്പററി, ഇല്ലൂഷറി ആൻഡ് ഫുൾ ഓഫ് മിസറീസ്. ശാശ്വതമല്ല, താൽക്കാലികമാണ്. ഇല്ലൂഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയെ തെറ്റായിട്ട് വിചാരിക്കുന്നു, പാമ്പിനെ അല്ല കയറിനെ പാമ്പായിട്ട് ധരിക്കുന്ന പോലെ ഈ ലോകം എല്ലാം ഇത് ശാശ്വതമായിട്ടുള്ളതാണ്, ഇതെൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ ശരീരമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണെന്നൊക്കെ, അതാണ് ഇല്ലൂഷൻ, അതാണ് മോഹം. ആൻഡ് ഫുൾ ഓഫ് മിസറീസ്, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ദർ ഈസ് നോ ഹാപ്പിനെസ് അറ്റ് ഓൾ, ദുഃഖാലയം അശാശ്വതം, ഒരു സന്തോഷവും ഇവിടെ ഇല്ല ശരിക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. There is just a futile attempt to get rid of the miseries, and temporary cessation of misery is falsely called happiness. Therefore, the path of progressive material enjoyment, which is temporary, miserable and illusory, is inferior. സോ പല അറ്റംപ്റ്റ്സും നമ്മൾ നടത്തുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഫെയിലായി പോകുന്നു. എന്നിട്ട് ഒരു ചെറിയൊരു ശമനം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ വിചാരിക്കും ഇതാണല്ലോ, ചെറിയൊരു ശമനമേ ഉള്ളൂ. കാര്യം ഈ സന്തോഷം, കിട്ടുന്ന സന്തോഷം എത്ര കാലം നിൽക്കും? വളരെ കുറച്ച് സമയം. അത് കഴിഞ്ഞാൽ പ്രശ്നം വീണ്ടും വരും, വേറെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ആ ചെറിയൊരു ഗ്യാപ്പ്, ആക്ച്വലി പ്രഭുപാദ് വേറെ സ്ഥലത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹാപ്പിനെസ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു മിസറീസ്. രണ്ട് മിസറീസിൻ്റെ, രണ്ട് പ്രോബ്ലംസിൻ്റെ നടുക്കുള്ള ചെറിയൊരു സമയമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ബേസിക്കലി. സോ ബട്ട് ഡിവോഷണൽ സർവീസ് which leads to one to eternal blissful and all cognizant life is called the superior quality of occupation. This is sometimes polluted when mixed with inferior quality. So ഭക്തിയുത സേവനങ്ങളാണ്, അത് ശാശ്വതമായിട്ടുള്ളതാണ്, ആനന്ദകരമായിട്ടുള്ളതാണ്, പരമാനന്ദകരമായിട്ടുള്ളതാണ്, അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. എന്നാൽ അത് ഈ ഇൻഫീരിയർ ക്വാളിറ്റി ഭൗതികമായിട്ടുള്ള തലത്തിൽ മിക്സ് ആകുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഫോർ എക്സാമ്പിൾ, അഡോപ്ഷൻ ഓഫ് ഡിവോഷണൽ സർവീസ് ഫോർ മെറ്റീരിയൽ ഗെയിൻ ഈസ് സർട്ടൻലി എൻ ഒബ്സ്ട്രക്ഷൻ ടു ദ പ്രോഗ്രസീവ് പാത്ത് ഓഫ് റിനൗൺസിയേഷൻ. Renunciation or abnegation for ultimate good is certainly a better occupation than enjoyment in the disease condition of life. So ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ഭൗതികമായിട്ടുള്ള പ്രോഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി അത് പ്രോപ്പറായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ എയിം ഓഫ് ഡിവോഷണൽ സർവീസ്. ഡിവോഷണൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹൈതുകമായിരിക്കണം. അല്ലാതെ ചെയ്യുന്നതിനെ നമ്മൾ ഭക്തി എന്ന് വിളിക്കാൻ പറ്റില്ല ആക്ച്വലി. പിന്നെ പ്രത്യേകിച്ചും ഈ വിരക്തി എന്ന് പറയുന്ന റിനൗൺസിയേഷൻ, വിരക്തി എന്ന് പറയുന്നത് കാര്യം ഭൗതികമായിട്ടുള്ള സാധനങ്ങളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് വിരക്തി വേണം. എന്നാലാണ്
നമുക്ക് ഈ ലോകത്തിലെ ബോണ്ടേജ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ, ഈ ലോകത്തു നിന്ന് പോകാൻ സാധിക്കുള്ളൂ. ആ വിരക്തി ഒരു കാരണവശാലും ഭൗതികമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഗെയിൻ ഉദ്ദേശിച്ചോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്, വിരക്തി എന്ന് പറയുന്നത് അസംഭവ്യമാണ്, നടക്കുന്ന കാര്യമല്ല. കാര്യം എൻജോയ്മെൻറ്റ് എൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് such enjoyment only aggravates the symptoms of disease and increases its duration. Therefore, devotional service to the Lord must be pure in quality without the least desire for material enjoyment. So, ഇതാണ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി മെറ്റീരിയൽ എൻജോയ്മെൻറ്റ്. അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദീയനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ സർവോപാധി വിനിർമുക്തം തത് പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തിരുച്യതേ. ഇതെല്ലാം ഉത്തമ ഭക്തിയുടെ ഡെഫിനിഷൻസ് ആണ്. One should therefore accept the superior quality of occupation in the form of devotional service of the Lord without any tinge of unnecessary desire, fruitive action and philosophical speculation. അതാണ് അന്യാഭിലാഷശൂന്യം ജ്ഞാന കർമാദി അനാവൃതമാണ് ഇവിടെ പറയുന്നത്. ഫ്രൂട്ടീവ് ആക്ഷൻ ആൻഡ് ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ ബേസിക്കലി. സോ അഹൈതുകമായിരിക്കണം, അഭിലാഷങ്ങളില്ലാത്തതായിരിക്കണം. അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ. We have purposely denoted dharma as occupation because the root meaning of word dharma is that which sustains one's existence. The living being's sustenance of existence is to coordinate his activities with his eternal relation with the Supreme Lord Sri Krishna. Krishna is the central pivot of living beings, and he is the all-attractive living entity or eternal form amongst all other living beings or eternal forms. Each and every living being has his eternal form in spiritual existence, and Krishna is the eternal attraction for all of them. Krishna is the complete whole, and everything else is part and parcel. സോ ഇവിടെ പറയുന്നു, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒക്യുപ്പേഷണൽ ഡ്യൂട്ടിയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ജീവാത്മാവായിട്ടുള്ള നമ്മുടെ ഒക്യുപ്പേഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ദാറ്റ് ഈസ് അവർ ആക്ച്വൽ ഡ്യൂട്ടി, ദാറ്റ് ഈസ് അവർ ധർമ്മ, പരോധർമ്മ. കൃഷ്ണ ഈസ് ദ സെൻട്രൽ പിവട്ട് ഓഫ് ലിവിങ് ബീങ്സ്. സോ നമ്മളെല്ലാവരും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ആക്ച്വലി. സോ ഇവിടെ ശിലപ്രഭാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ആ കണക്ഷൻ ശാശ്വതമായിട്ട് ഭഗവാനുമായിട്ട് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്, പാർട്ട് ആൻഡ് പാർസലായിട്ടുള്ള നമ്മൾ ആ പൂർണ്ണമായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം. ദ റിലേഷൻ ഈസ് വൺ ഓഫ് ദ സെർവൻറ്റ് ആൻഡ് ദ സെർവ്ഡ്. സോ ഭഗവാന് നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? അദ്ദേഹം യജമാനനും നമ്മൾ അദ്ദേഹത്തിൻ്റെ സേവകരും. It is the transcendental and is completely distinct from our experience in material existence. So, ഇതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ള കാര്യമാണ്. This relation of servant and the served is the most congenial form of intimacy. One can realize it as devotional service progresses. സോ ഭഗവാനുമായിട്ടുള്ള റിലേഷൻ ആക്ച്വലി അതിനകത്ത് ഒരുപാട് ഇൻറ്റിമസി ഉണ്ട്. ഇപ്പോൾ ശിലപ്രഭാത് പറയുന്നു, നമ്മൾ ഭക്തിയുത സേവനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ആക്ച്വലി. ബിക്കോസ് നമ്മൾ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മൂർത്തിയെ സേവിക്കുകയാണെങ്കിലും നാമത്തെ സേവിക്കുകയാണെങ്കിലും ശ്രവണമാണെങ്കിലും എല്ലാം ആക്ച്വലി നമുക്കതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് സർവീസസ് നമ്മൾ ഡിവോഷൻ സർവീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇൻറ്റിമസി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഭഗവാനുമായിട്ട്. Everyone should engage himself in the transcendental loving service of the Lord, even in the present conditioned state of material existence. So, ശില പ്രഭാത് പറയുന്നു, അതുകൊണ്ട് എല്ലാവരും ഈ അതീന്ദ്രിയ തലത്തിലുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അതായത് നമ്മൾ ശുദ്ധരല്ല. പക്ഷെ കുഴപ്പമില്ല, ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റിലാണെങ്കിലും വി ഷുഡ് ഡു ദിസ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അതാണ് ശിലപ്രഭാത് പറയുന്നത്. ദാറ്റ് വിൽ ഗ്രാജുവലി ഗീവ് വൺ ദ ക്ലൂ ടു ആക്ച്വൽ ലൈഫ് ആൻഡ് പ്ലീസ് ഹിം ടു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. സോ ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ, കുഴപ്പമില്ല, ആ സ്ഥിതിയിൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങുക. എന്താണ് ചെയ്യേണ്ടത്? ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ശ്രവണം, കീർത്തനം, സ്മരണം, നാമജപം, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, സത്സംഗം, അതേപോലെ ശാസ്ത്രപഠനം, ഇതെല്ലാം നമ്മൾ ചെയ്ത് പോകുമ്പോൾ സ്ലോലി ഗ്രാജുവലി നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അങ്ങനെ നമുക്ക് വെളിച്ചം വരുന്നു നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ അവസാനം
നമുക്ക് ആ ഒരു വി ക്യാൻ എക്സ്പീരിയൻസ് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ആനന്ദവും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത് യയാത്മ സുപ്രസീദതി. ആ ഒരു ആനന്ദം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നു. ഓക്കെ, സോ അതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സോ താങ്ക് യു. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. 7ാമത്തെ ശ്ലോകം അടുത്ത മനോഹരമുള്ള ശ്ലോകമാണ് 7. ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം കി ജയ്, ജഗദ്ഗുരു ശില പ്രഭുപാദ് കി ജയ്, ഗൗഡീയ ഗുരുവൃന്ദ കി ജയ്, ഗൗര പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. താങ്ക് യു.